Hi friends, Assalamu alaikum. Namaskaram. It's me Raihana Jaffer. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ചെരങ്ങ വെച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെരങ്ങ എന്ന് പറയും, ചില നാട്ടിലൊക്കെ ചുരക്ക എന്ന് പറയും. അപ്പം എന്തായാലും ഈ ഒരു ചെരങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി പച്ചടിയുടെ റെസിപ്പിയാണ്. നല്ലൊരു സദ്യ സ്പെഷ്യൽ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ വരുന്നൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ചെരങ്ങ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു കുരു പിന്നെ നല്ല മൂത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗം ഒന്ന് ചെത്തി ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇത് ഇളയ ചെരങ്ങ ആയതുകൊണ്ട് തന്നെ വലിയ മൂപ്പൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, ചെറിയ ക്വാണ്ടിറ്റി, ഒരു രണ്ടാൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലാണ് ഞാനത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ചട്ടിയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം, ചെരങ്ങക്ക് വലിയ വേവൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും മുളകും പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ട് ഒന്ന് നെടുകെ കീറി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഈ ഒരു ചെരങ്ങ വേവാനുള്ള ഒരു വെള്ളം മാത്രം മതി, കൂടുതൽ വെള്ളം കൂടി പോവരുത്, പച്ചടിക്ക് കുറച്ച് വെള്ളം മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വേവാൻ വെക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പച്ചടി. നമ്മൾ പപ്പായ പച്ചടി ഉണ്ടാക്കാറുണ്ട്, അതേപോലെ ചെരങ്ങ പച്ചടി, അതേപോലെ ബീട്രൂട്ട് പച്ചടി, ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ, ബീട്രൂട്ട് പച്ചടീൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് എരിവ് കുറഞ്ഞ മുളകാണ്, അതുകൊണ്ടാണ് ഇതിൽ അരപ്പിൽ ഞാനൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു തേങ്ങ അരിഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിത് കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അരച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കടുക് ചേർത്തിട്ട് അരക്കുമ്പോഴാണ് നമ്മുടെ പച്ചടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 സ്പൂണ് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി വീണ്ടും നമ്മൾ നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. എൻ്റെ മോനെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, കടുക് ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇതേപോലെ ഈ ഒരു അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചെരങ്ങൊക്കെ നേർക്ക് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെരങ്ങ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ വെക്കാം. ഞാൻ കുറച്ച് വലിയ പാത്രമായിരുന്നു വെച്ചത്, അതുകൊണ്ട് ഇതിലേക്ക് മാറ്റിയതാണ് കേട്ടോ. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ചെരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ചെരങ്ങൊക്കെ കണ്ടോ നല്ല പോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെള്ളം പറ്റ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോവരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കുറച്ചൊരു വെള്ളം കുറവായി തോന്നി. അപ്പോൾ ഇനി ഞാൻ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ തേങ്ങൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ചെരങ്ങയ്ക്ക് ഈ തേങ്ങയുടെ അരപ്പും ഇതൊക്കെ ഒന്ന് ചേർന്ന് നല്ലൊരു മിക്സായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാനുണ്ട്. നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ ചിരങ്ങ വേവിക്കാൻ വെച്ച സമയത്ത് ഉപ്പിട്ടിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു തേങ്ങയുടെ അരപ്പിലേക്കൊക്കെയുള്ള ഒരു ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ചിരങ്ങൊക്കെ നമ്മൾ എപ്പോഴും താളിച്ചിട്ടൊക്കെ അല്ലേ കഴിക്കുക. അപ്പോൾ ഒന്ന് പച്ചടി ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ അറിയുള്ളൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എന്നുള്ള വിവരം. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാറിയിട്ട് വേണം നമ്മൾ കുറച്ചൊന്ന് ചൂടൊന്ന് ആറിയിട്ട് വേണം നമ്മളിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് ആറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല കട്ട തൈരാണെങ്കിൽ നല്ലതാണ്. എൻ്റെ അടുത്ത് കുറച്ച് ലൂസായിട്ടുള്ള തൈരായിരുന്നു, എന്നാൽ നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പുളിയുടെ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി നോക്കുക കേട്ടോ. കാരണം എത്രയാണ് പുളി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. കട്ട തൈരാകുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ലൂസായിട്ടുള്ള തൈരാകുമ്പോൾ അതും കൂടെ ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടെ ലൂസായി പോകും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവിട്ട് ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. നമ്മളിതുപോലത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്തിട്ട് കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ 2-3 ഉണക്കമുളക് ഇതുപോലെ മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മുളകിലുള്ള കളറൊക്കെ അതിലേക്ക് എണ്ണയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞ കളർ വന്നത്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിരങ്ങ കൊണ്ടുള്ള അടിപൊളി പച്ചടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടെ. നമ്മൾ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഇനി നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇനി കത്തിച്ച് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ചിരങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.